The next topic is actual mechanism of DNA replication. So we have learned that replication of DNA is one of the most important implications or aspects connected with DNA. And Watson and Crick proposed that they replicate by semi-conservative method. That is, each newly formed DNA molecule will have one strand old, one strand new. Meeson and Stahl proved that the DNA replicate by semi-conservative method. Now coming to the actual mechanism of replication. ഇതെല്ലാം DNA replication conservative, semi-conservative method in the karyam, experimental proof in the karyam, mechanism. വളരെ important ആണ്. ഇതില്ലാത്ത question papers കാണത്തില്ല. So, DNA replication mechanism. First of all, the key factors. What all things are needed for DNA replication? നമുക്ക് എന്തുണ്ടാക്കണമെങ്കിലും ഒരു സാമ്പാർ ഉണ്ടാക്കണമെങ്കിലും ആ സാമ്പാറിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം അല്ലേ? സോ കീ ഫാക്ടേഴ്സ് മീൻസ് ദ ഇൻഗ്രീഡിയൻസ് വിച്ച് ആർ നീഡഡ് ഫോർ DNA replication. വാട്ട് ആർ ദ ഇൻഗ്രീഡിയൻസ്? നമ്മൾ കാണാതെ പഠിക്കണം, നമ്മൾ ആലോചിച്ച് നോക്കണം എന്തൊക്കെ സംഭവങ്ങൾ വേണം. അപ്പോൾ ഒരു DNA molecule, when it forms a new DNA molecule, the most important thing is it needs a template. What's the meaning of template? ഒരു മോൾഡ് വേണം. ഒരു അച്ച് വെച്ചിട്ടാണ് പുതിയ ഒരു DNA ഉണ്ടാക്കുന്നത്. മീൻസ് ഒരു മോൾഡ് വെച്ച് അതിന് കോംപ്ലിമെന്ററി ആയിട്ടാണ് പുതിയ ഒരു DNA സ്ട്രാൻഡ് ഉണ്ടാക്കണം. ഒരു സംഭവം ഉണ്ടെങ്കിലേ പുതുതായിട്ട് ഉണ്ടാക്കാൻ പറ്റൂ. ഓക്കെ, സോ first thing needed is a DNA template. So here both the DNA strand is acting as a template for the formation of new DNA strand. അപ്പോൾ ഒരു DNA molecule replicate ചെയ്യുമ്പോൾ എത്ര പുതിയ DNA molecules form ചെയ്യും? 2 new DNA molecules are formed, each with one strand old and one strand new. അതുപോലെ കഴിഞ്ഞ ഇത് നമ്മൾ പറഞ്ഞപ്പോൾ Meeson and Stahl, their experiment was with E. coli bacteria, which is a prokaryote. അല്ലേ? അപ്പോൾ പ്രോകാരിയോട്സിൽ സെമി കൺസർവേറ്റീവ് മെത്തേഡ് ആണെന്നാണ് അവർ പ്രൂവ് ചെയ്തത്. അല്ലെങ്കിൽ DNA replicate by semi conservative method അവർ പ്രൂവ് ചെയ്തില്ല. അത് പിന്നീട് യൂകാരിയോട്സിൽ പ്രൂവ് ചെയ്ത ഒരു സയന്റിസ്റ്റിന്റെ പേരാണ് ടൈലർ എറ്റ് ആൾ. So what he did is his experimental tool was Vicia faba. എന്ന് പറഞ്ഞാൽ ഒരു ഫാബ ബീൻസ് ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ്. അപ്പൊ ആ പ്ലാന്റിലാണ് അദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്തത്. ആൻഡ് he used radioactive thymidine for identifying the old and new strand. Okay, just a moment. Now here, the key factors or ingredients needed for replication. The first thing we need is a DNA template. Second is, ഈ template അനുസരിച്ച് പുതുതായിട്ട് something should join and form. We know that DNA molecule is a polynucleotide. What's the meaning of polynucleotide? Having many nucleotides. What is a nucleotide? Nucleotide is having 3 components. They are the monomers or the basic units which form a polynucleotide. അല്ലേ? ചെറിയ യൂണിറ്റുകളാണ് ഓരോ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്മോൾ യൂണിറ്റ് വിച്ച് ജോയിൻ ടുഗെദർ ആൻഡ് മേക്ക് എ ലാർജ് DNA molecule. ന്യൂക്ലിക് ആസിഡ് ഉണ്ടാക്കും. അപ്പൊ ഇവിടെയും ന്യൂക്ലിയോടൈഡ്സ് ആർ നീഡഡ്. സോ DNAയിലുള്ള ന്യൂക്ലിയോടൈഡിന്റെ പേരെന്താണ്? deoxyribonucleotides. RNAയിലുള്ള ന്യൂക്ലിയോടൈഡ്സ് ആണ് റൈബോന്യൂക്ലിയോടൈഡ്സ്. സോ deoxyribonucleotide is needed. ഓരോ deoxyribonucleotide 3 കമ്പോണൻസ് ഉണ്ട്. ഓൾറെഡി വി ഹാവ് ലേൺഡ് ഓൾ ദാറ്റ് തിങ്. ഷുഗർ വിൽ ബി ദെയർ, നൈട്രജൻ ബേസ് വിൽ ബി ദെയർ ആൻഡ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വിൽ ബി ദെയർ. അപ്പൊ അത് ചേർന്നുണ്ടാക്കുന്ന സംഭവങ്ങളാണ് ന്യൂക്ലിയോടൈഡ്സ്. അപ്പൊ DNA ഉണ്ടാക്കാനുള്ള ന്യൂക്ലിയോടൈഡ്സ് വി കോൾ ദം ആസ് deoxyribonucleotides. So DNA template is needed. Then deoxyribonucleotides are needed. They are the substrate plus the energy source. നിങ്ങൾ കൊച്ചു ക്ലാസ്സിലൊക്കെ ATP മോളിക്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഈ അഡിനോസിന് അഡിനീൻ നമ്മളിപ്പോൾ പഠിച്ച നൈട്രജൻ ബേസ് അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സോ സച്ച് മോളിക്യൂൾസ് ആർ ഹൈ എനർജി മോളിക്യൂൾസ്. ഓക്കെ, സോ ഇവിടെ deoxyribonucleotides 2 ഫംഗ്ഷൻ ഉണ്ട്. വൺ ഈസ് ദേ ആക്ട് ആസ് ദ എനർജി സോഴ്സ് പ്ലസ് ദേ ആർ ആക്ച്വലി ആക്ടിങ് ആസ് എ സബ്സ്ട്രേറ്റ് ഓൾസോ. സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ അവർ അത് ചേർന്നാണ് പുതിയൊരു സംഭവം ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അവർ തന്നെയാണ് ആക്ടറും ഡയറക്ടറും എന്നൊക്കെ പറയും പോലെയാണ്. ഓക്കെ, സോ ദേ ഗിവ് മണി എന്ന് പറയും പോലെ പ്രൊഡ്യൂസർ നോട്ട് ഡയറക്ടർ, ദേ ആർ ദ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ദേ ആർ ദ ആക്ടേഴ്സ് പറയും പോലെ. സോ ദേ ആക്ച്വലി പ്രൊവൈഡ് എനർജി ആൻഡ് ദേ ജോയിൻ ആൻഡ് ഫോം ദി DNA molecule. So DNA template is needed, deoxyribonucleotides are needed, the main enzyme. This is the main enzyme called as DNA
polymerase enzyme. പല എൻസൈംസിന്റെയും പേര് അതിന്റെ ഫംഗ്ഷനെ ബേസ് ചെയ്താണ് ഇടുന്നത്. അപ്പൊ DNA polymerase ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഹെൽപ്സ് പോളിമറൈസേഷൻ, മീൻസ് ഒരു വലിയ മോളിക്യൂൾ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ന്യൂക്ലിയോടൈഡ്സിനെ ജോയിൻ ചെയ്ത് ഒരു വലിയ പോളിന്യൂക്ലിയോടൈഡിനെ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. So, the function of DNA polymerase is polymerization of nucleotides to make a large DNA molecule. Now, this DNA polymerase is called as DNA-dependent DNA polymerase enzyme because it needs a DNA template to act. ചുമ്മാ അതിന് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതിന് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. So, its catalytic activity, enzymes does catalytic activity. So, its catalytic activity can be done only in presence of a DNA template. അതുകൊണ്ട് അതിന്റെ ഫുൾ നെയിം പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയും? DNA-dependent DNA polymerase enzyme. So that is the main enzyme needed for this. ഇത് കൂടാതെ DNA helicase, DNA ligase എന്ന് പറയുന്ന ഇത് കൂടാതെ വേറെയും കുറേ എൻസൈംസ് ഉണ്ട്. നമുക്ക് ഈ മൂന്നെണ്ണമെങ്കിലും ഓർക്കാം. DNA helicase എന്ന് പറഞ്ഞാൽ we know that DNA molecule is a double-stranded structure which is helically coiled. ആ helically coiled structureനെ uncoil ചെയ്യാനായിട്ട് ഹൈഡ്രജൻ ബോൺസിനെ ബ്രേക്ക് ചെയ്ത് അൺകോയിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമിന്റെ പേരാണ് DNA helicase. പിന്നെ ലേറ്റർ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും ഷോർട്ട് DNA ഫ്രാഗ്മെന്റ്സ് ഫോം ചെയ്യും. അതിനെ ജോയിൻ ചെയ്യാൻ, ലൈഗേറ്റ് മീൻസ് ടു ജോയിൻ. ഓക്കെ, അത് ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എൻസൈമിന്റെ പേര് DNA ligase enzyme. സോ ഇതിൽ മെയിൻ എൻസൈം ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? DNA polymerase enzyme. That is the full name is DNA-dependent DNA polymerase enzyme. Is the main enzyme needed for the DNA replication process. So these are the three enzymes. So നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് the key factors needed for DNA replication. So DNA template is needed, the substrate and the energy source as deoxyribonucleotides. ഇതൊക്കെ കാണാതെ പഠിക്കാതെ ഇത് നമ്മൾ ഫെമിലിയർ ആക്കണമെങ്കിൽ നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റും. ഡോണ്ട് ട്രൈ ടു memorize all this. You will not write for the exam if you memorize. You have to become familiar with these words. കുറേ പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്കത് ഫെമിലിയർ ആവും. നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ചൊരു ഇമാജിനേഷൻ ഒക്കെ എടുത്ത് ഇൻട്രസ്റ്റോടെ പഠിച്ചാൽ ഇറ്റ്സ് ഈസി. Then we need a DNA template, already told, deoxyribonucleotide. Then the enzymes, these are the three enzymes needed. പിന്നെ വേണ്ട ഒരു സംഭവമാണ് primers. What are primers? ഈ റെപ്ലിക്കേഷൻ എപ്പോഴും ഒരു സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഷോർട്ട് ഒളിഗോന്യൂക്ലിയോടൈഡ്സ് വേണം. എന്ന് പറഞ്ഞാൽ ഒരു 10 or less than 10 നമ്പറുള്ള ന്യൂക്ലിയോടൈഡ്സ് ജോയിൻ ചെയ്ത് ഓൾറെഡി സെല്ലിന്റെ അകത്ത് കാണുന്ന ന്യൂക്ലിയസിന്റെ അകത്തുള്ള ചില സ്ട്രക്ചർ നടക്കുന്ന എവിടെയാണ്? റെപ്ലിക്കേഷൻ ന്യൂക്ലിയസിന്റെ അകത്താണ്. അപ്പൊ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് വിൽ ബി ഓൾറെഡി ദെയർ ഇൻ ദ ന്യൂക്ലിയസ്. അതിനെയാണ് നമ്മൾ പ്രൈമേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കൊച്ചു കുട്ടികളൊക്കെ ഇപ്പൊ നഴ്സറിയിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ സ്കൂളിലോ അല്ലെങ്കിൽ വീട്ടിൽ നമ്മളൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ നമ്മൾ അവർ ദേ വിൽ ബി വില്ലിംഗ് ടു ഡു ഇറ്റ്. പക്ഷെ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം അല്ലെ? അപ്പൊ അമ്മയോ അല്ലെങ്കിൽ ടീച്ചറോ ഫസ്റ്റ് ലൈൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ദേ വിൽ കണ്ടിന്യൂസ്ലി ഡു എന്ന് പറയും പോലെ ടു സ്റ്റാർട്ട് എ പ്രോസസ് ഇറ്റ് റിക്വയർസ് സർട്ടൻ ഒളിഗോന്യൂക്ലിയോടൈഡ് ആൻഡ് ദീസ് ഒളിഗോന്യൂക്ലിയോടൈഡ് സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് ആസ് ദ പ്രൈമേഴ്സ്. So primers are oligonucleotides. എന്ന് പറഞ്ഞാൽ ഒരു 10 ന്യൂക്ലിയോടൈഡ് വരെയൊക്കെ ജോയിൻ ചെയ്തുണ്ടാക്കിയ ഷോർട്ട് സ്ട്രക്ചേഴ്സ്. So primers are also needed for this replication process. അപ്പോൾ these are the key factors needed. ഇനി കുറച്ച് കണ്ടീഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. What are the conditions for? ഈ എൻസൈം ഒക്കെ ഭയങ്കര കണ്ടീഷൻ വെക്കുന്ന ആളുകളാണ്. So എൻസൈമിന് DNA polymerase enzyme കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. So what are the conditions? Well, first of all, we know that it requires a DNA template to act. Second is it can polymerize only in 5'3' direction. എന്ന് പറഞ്ഞാൽ ഒരു DNA polymerase enzyme ഒരു DNA strand ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അത് തുടങ്ങുന്ന എൻഡ് എപ്പോഴും ആ സ്റ്റാർട്ടിംഗ് എൻഡിൽ നോക്കി കഴിഞ്ഞാൽ എപ്പോഴും അതൊരു 5' ഉണ്ടായിരിക്കും. നമുക്ക് എങ്ങനെ മനസ്സിലാവും അതൊരു 5' ഉണ്ടാണെന്ന്? ആ എൻഡിലുള്ളത് ഫ്രീ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആയിരിക്കും എന്നാണ് അർത്ഥം. 3' എൻഡിൽ എപ്പോഴും ഉള്ളത് എന്താണ്? OH ഗ്രൂപ്പാണ് ഉള്ളത്. അപ്പം ദിസ് DNA polymerase enzyme can polymerize only in 5'3' direction. We know that DNA molecule is having an anti-parallel polarity. What's the meaning of it? ഒരു സ്റ്റാൻഡിന്റെ ഒരു എൻഡ് 5' ആണെങ്കിൽ if this is 5' end, the other end should be 3' end. അപ്പൊ ഇതിന് 5'3' ഡയറക്ഷനിൽ പോളിമറൈസ് ചെയ്യാൻ പറ്റും. മീൻസ് അത് ഉണ്ടാക്കുന്ന സ്ട്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5' എന്ന എൻഡിൽ നിന്നായിരിക്കും. എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രാൻഡിന്റെ എൻഡ് 5' ആയിരിക്കും. സോ ഇത് ആന്റി പാരലൽ പൊളാരിറ്റി വരണമെങ്കിൽ അതെന്ത് ചെയ്യണം?
3' എൻഡിൽ പോയി 5' എൻഡിൽ തുടങ്ങിയാലേ എന്ത് വരത്തുള്ളൂ, ആന്റി പാരലൽ പൊളാരിറ്റി ഉള്ള ഒരു DNA മോളിക്യൂളിനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഓർക്കേണ്ട മെയിൻ കാര്യം എന്താണ്, ഏറ്റവും കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവം ഇതിൽ. The DNA polymerase enzyme can polymerize only in 5' 3' direction. So it starts polymerizing a continuous strand in a DNA strand having 3' 5' polarity. അതായത് ഇനി നമുക്ക് ഈ ഒരു സംഭവം നോക്കാം. സോ ഇതിലേക്ക് എത്തുമ്പോൾ ഇത് നമ്മൾ മനസ്സിലോർക്കുക. സോ ദിസ് ക്യാൻ polymerise only in 5' 3' direction. So the strand having 3' 5' polarity, നമ്മൾ പറഞ്ഞു വരുമ്പോൾ അങ്ങ് ശരിയാവും. 3' 5' polarity will form a continuous strand. അതായത് ഒരു കണ്ടീഷനാണ്. പിന്നെ ഈ എൻസൈം, this DNA polymerase enzyme is considered to be one of the most efficient enzyme in the biological system. The reason is that it does polymerization. ഈ പറയുന്ന എല്ലാ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. It does polymerization very fast. high സ്പീഡിലാണ് അത് polymerization നടത്തുന്നത്. അതായത് per second, ഒരു സെക്കൻഡിൽ 2000 ബേസ് പെയറിനെയാണ് അതെന്ത് ചെയ്യുന്നത്, polymerase ചെയ്ത് കൊണ്ടുവരുന്നത്. So we consider it as a highly efficient enzyme. Not only that, it does polymerization with high accuracy. ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നെങ്കിലും മിസ്റ്റേക്സ് ആർ വെരി ലെസ്. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, മ്യൂട്ടേഷൻസ് ഉണ്ടാകുന്നത്. Because of these two reasons, we consider this enzyme as a highly efficient enzyme. Now, DNA strandil തന്നെ there are certain fixed points where the replication starts. Such regions are called as ori. So what are ori? Ori means origin of replication. So these are certain fixed regions or sequences. ഇനി നമുക്ക് എപ്പോഴും വരാൻ പോകുന്ന ഒരു വാക്കാണ് സീക്വൻസ്. നമുക്ക് ഈ മിനുക്കൊക്കെ അറിയാം അല്ലെ, കൊച്ചുകുട്ടികൾ ഓരോ വർക്കൊക്കെ ചെയ്യുമ്പോൾ സീക്വൻസ് നമ്മൾ ആ സീക്വൻസ് മിനുക്കല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സീക്വൻസസ് എന്ന് പറഞ്ഞാൽ TA ഇങ്ങനെയൊക്കെ ഇതെന്താ ടാറ്റ അല്ല. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, തൈമീൻ, അഡിനീൻ, തൈമീൻ, അഡിനീൻ, ഇങ്ങനെ ഗ്വാനീൻ, സൈറ്റോസിൻ, ഇതിനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. നൈട്രജൻ ബേസിന്റെ ആ ഒരു ഓർഡറിനെയാണ് നമ്മൾ സീക്വൻസസ് എന്ന് പറയുന്നത്. So there are certain fixed sequences in the DNA from where the replication starts. Such sequences are called or such regions are called as ori or origin of replication. അത് ഒരു ലോങ് DNA സ്ട്രാൻഡിന്റെ പല സ്ഥലത്തും ഓറായി കാണും. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത്, ഒരു DNA മോളിക്യൂൾ റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇമാജിനേഷൻ വരും പോലെ ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവല്ല. സിബ് ഇങ്ങനെ ഒരു എൻഡിൽ നിന്ന് അങ്ങോട്ട് അങ്ങേ അറ്റം വരെ കൊണ്ടുപോകുന്ന സിബ് പോലെ അല്ല ഇരിക്കുന്നത്. പിന്നെ എന്താണ്, ഇപ്പൊ ഒരു സിബുള്ള സംഭവത്തിന് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്യാനുള്ള ചില പെട്ടിയിലൊക്കെ നമ്മൾ കണ്ടില്ലേ, രണ്ട് സൈഡിലേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സിബ്സ് ഉണ്ട്. അതുപോലെയാണ് ഇരിക്കുന്നത്. സോ ഇൻ ബിറ്റ്വീൻ ദർ ആർ റീജിയൻസ് വെയർ the replication can start. Such regions are called as ori. അപ്പോൾ റെപ്ലിക്കേഷൻ തുടങ്ങുന്ന റീജിയനിൽ ഹൈഡ്രജൻ ബോൺസ് ബ്രേക്ക് ചെയ്ത് കുറച്ച് ഓപ്പണിങ്സ് വരും. Such opened regions are called as replication fork. So ഈ വരച്ചിരിക്കുന്നത് ഒരു replication fork ആണ്. So this is a long DNA molecule. So this is the region of ori. So ഈ ഓറയിൽ ഇങ്ങനെ ഓപ്പൺഡ് അപ്പ് ആയ DNA, DNA രണ്ട് സ്ട്രാൻഡ് ആണ്, ഇത് 2 strands. സോ ആ ഓപ്പൺഡ് ആയ റീജിയനെ നമ്മൾ റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയും. അത് പറയാനാണ് ഈ ഡയഗ്രാം വെച്ചത്. നമുക്ക് ആവശ്യമുള്ള ഡയഗ്രാം ഇങ്ങനെയാണ് ഇരിക്കുക. So this is the diagram which we need for studying. So this strand is having, this end is having 5' polarity, means this end will have 3' polarity. This end is having 3' means here it will be 5'. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആന്റി പാരലൽ പൊളാരിറ്റി എന്ന് പറയുന്നത്. DNA എപ്പോഴും അങ്ങനെയായിരിക്കും, 2 strands will have anti parallel polarity. ഒന്നിന്റെ 5' end ആണെങ്കിൽ the other strand will be 3'. Here വരുമ്പോൾ താഴെ വരുമ്പോൾ തിരിച്ചാവും. Okay, so that is one of the important feature of double helix model of DNA. ഇനി നമ്മൾ നോക്കേണ്ടത്, ഇനി we are coming to the actual mechanism of DNA replication. So we know that the enzyme can polymerize only in 5' 3' direction. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്തപ്പോൾ this is the 3' end. So ഇതാണ് old strand. ഇത് old strandന്റെ 3' end ആണ്. ഇനി പുതിയൊരു സ്ട്രാൻഡ് ഇവിടുന്ന് ഫോം ചെയ്യുമ്പോൾ ഈ എൻഡ് എന്തായിരിക്കണം, 5' end ആയിരിക്കണം. അപ്പൊ we know that DNA polymerase enzyme can polymerize only in 5' 3' direction. So അത് നാച്ചുറലി എന്ത് ചെയ്യും, ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്ത് ഇവിടെ നിന്നൊരു പുതിയ സ്ട്രാൻഡ് ഇങ്ങനെ ഉണ്ടാക്കാം. ഈ ഉണ്ടാക്കിയ സ്ട്രാൻഡിനെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ this is the new strand formed. So what is this? This is the new strand formed.
So this new strand will have a 5' 3' polarity. This diagram is very important for the exam. ഇങ്ങനെ ഇവിടെ ഒരു കണ്ടിന്യൂസ് സ്ട്രാൻഡ് ഇങ്ങനെ ഫോം ചെയ്യും. ഈ സ്ട്രാൻഡിനെയാണ് കണ്ടിന്യൂസ് സ്ട്രാൻഡ് ഓർ ലീഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. ഇനി ഈ സ്ട്രാൻഡിനെ ആലോചിച്ച് നോക്കിയേ. ദിസ് സ്ട്രാൻഡ് ഈസ് ഹാവിംഗ് അറ്റ് ദിസ് എൻഡ് 5' polarity. ഓക്കെ, മറ്റേ എൻഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സോ ഇറ്റ്സ് ജസ്റ്റ് ഇങ്ങനെ ഈ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പാർട്ടിയിലാണ് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തത്. ഇപ്പൊ ഓൾറെഡി ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വരാണ്. അപ്പൊ ഈ പാർട്ടിയിൽ ഓപ്പൺ ചെയ്തു. അപ്പൊ ഈ എൻഡ് 5' എൻഡ് ആണ്. 5' എൻഡിൽ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? DNA polymerase cannot start polymerization because ഇവിടെ സ്റ്റാർട്ട് ചെയ്ത 3' എൻഡിന്റെ ഒരു സ്ട്രാൻഡ് ആണ് ഇവിടെ വരേണ്ടത്. പക്ഷെ ഇവിടെ DNA polymerase തുടങ്ങി കഴിഞ്ഞാൽ it will form a 5' end, but that is not possible. So what does it do? കുറച്ച് അകലെ ചെന്നിട്ട് ഇവിടെ ഒരു 3' end നോക്കിയിട്ട് primers will attach and form a short strand like this. Again കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് വീണ്ടും ഒരു 3' പാർട്ടിയിൽ നിന്ന് it will form, അതായത് ഇവിടുന്ന് കൊച്ചു 5' 3' 5' 3' അങ്ങനെ കുഞ്ഞു സ്ട്രാൻഡ്സ് ഇങ്ങനെ അത് ഉണ്ടാക്കി വെക്കും. ഈ സ്ട്രാൻഡ്സിന്റെ പേരാണ് discontinuous strand or the lagging strand, and these fragments are called as Okazaki fragments because it was first explained by a person called as Okazaki. അതുകൊണ്ടാണ് Okazaki fragments എന്ന് പറയുന്നത്. So why this strand with 3' 5' polarity forms so ഇപ്പൊ ഈ സ്ട്രാൻഡ് നമ്മൾ പറയുന്ന 5' 3' polarity ആണ്. ഇത് മുകളിലല്ല നോക്കേണ്ടത്, ഇവിടെ നോക്കണം. So the strand with 5' 3' polarity will form small discontinuous strand. ആ സ്ട്രാൻഡ്സിനെയാണ് നമ്മൾ Okazaki fragments. Why it forms small fragments like that? Because DNA polymerase can polymerize only in 5' 3' direction, and the second reason is that the DNA double helix model or DNA strand should have anti-parallel polarity. So one strand should be 5', the other strand should be 3'. That is the reason why it is forming short fragments. ഇത് എപ്പോഴും നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വരുന്ന കൺഫ്യൂഷൻ, ഇതിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തോന്നും 5' 3' സ്ട്രാൻഡിലല്ലേ കണ്ടിന്യൂസ് വന്നതാണ്. നമ്മൾ ഇവിടെ മുതൽ നോക്കരുത്, നമ്മൾ ഈ എൻഡ് നോക്കിയാണ് പറയേണ്ടത്. So how will we read the polarity of this strand? അപ്പൊ നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് എളുപ്പമാണ്. പക്ഷേ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, നമ്മൾ ടെക്സ്റ്റിലുള്ള പടം പോലെ തന്നെ വരയ്ക്കുന്നതാണ് നല്ലത്. കാരണം ആൻസർ കീ ടീച്ചേഴ്സിന് കിട്ടുന്ന അങ്ങനെയാണ്. There are some problems connected with that. So better to draw like this. അപ്പൊ നമ്മൾ ഈ സ്ട്രാൻഡ് വായിക്കേണ്ടതാണ് 3' 5' strand. This strand is 5' 3' strand. So the strand having 3' 5' polarity will form a continuous strand called as leading strand. The strand with 5' 3' polarity will form short fragments or discontinuous strands called as lagging strand. The strand is called as lagging strand, and it is short fragments are called as Okazaki fragments. These fragments are later joined by the enzyme called as DNA ligase. But DNA ligase enzyme is strands in the പിന്നീട് join ചെയ്ത് അതിന് ഒരുപാട് ഈ DNA സിന്തസിസിലെ എഡിറ്റിംഗ് ജോയിനിങ് എന്നൊക്കെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മളെ കമ്പ്യൂട്ടറിലും ഒക്കെ ഉള്ളതുപോലെ. So many options are there. So it is joined by DNA ligase enzyme. So this is all about DNA replication. So we should know the key factors. ഓരോന്നിന്റെയും ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവണം. ഇവിടുത്തെ എൻസൈംസ് ആരൊക്കെ, അതിന്റെ ഫംഗ്ഷൻ നമുക്ക് അറിയണം. അല്ലെ മെയിൻ എൻസൈം ഇസ് DNA polymerase enzyme and its conditions we should know. Then why it is called an efficient, highly efficient enzyme, that we should understand. Now why the DNA molecule form a continuous and a discontinuous strand we should understand. The reason is the DNA polymerase enzyme can polymerize only in 5' 3' direction, and the strand should have anti-parallel polarity. So these are the two reasons why it is forming a continuous strand in one side and a discontinuous or the lagging strand in the other side. Now the function of DNA ligase is to join the short fragments, that is the Okazaki fragments are joined to form a continuous strand later. That is the function. So these are the things we should remember while studying the mechanism of DNA replication. Hope you all understand.